ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് പുതിയ സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, സിനിമ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രഹ്മയുഗം ഏറ്റവും ഒടുവിൽ നടത്തിയ പരീക്ഷണമാണ്. അത് വൻ വിജയമായി മാറി. പക്ഷേ ഇതിനിടയിൽ ആരാധകരും മറ്റുള്ളവരും പറഞ്ഞു, ഇനി പരീക്ഷണങ്ങളുടെ പുറകെ മാത്രം പോകരുത്, നല്ല കമേഴ്ഷ്യൽ സിനിമ കൂടി വേണം, അടിപൊളി സിനിമ വേണം, അത് മറ്റേതെങ്കിലും രണ്ടാം ഭാഗമായാലും വിരോധമില്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടിയുടെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. പക്ഷേ കഴിയുന്നതും നല്ല സമയത്ത്, ഇപ്പോഴാണ് നല്ല സമയം മമ്മൂട്ടിയുടെ. കാരണം എന്ത് പറഞ്ഞാലും എന്തു ചെയ്താലും അതൊരു നല്ല രീതിയായി വരുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ മാർക്കറ്റില്ലാത്ത സമയത്താണ് ബ്രഹ്മയുഗം റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇതുമാതിരി പേര് കിട്ടുമായിരുന്നു, ഓടുമായിരുന്നു, ഇല്ലല്ലോ. ഇപ്പോൾ മമ്മൂട്ടി അടുത്ത് നമ്മൾ പുതിയ പുതിയ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ധാരാളം പടങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പോയിന്ന് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് ചോദിച്ചാൽ ഒരു 4-5 വർഷത്തേക്ക് ഡേറ്റ് ഇല്ല എന്നേ പറയും. ഇത് മുമ്പും പറയാറുള്ളതാണത്. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 5 വർഷത്തേക്ക് മമ്മൂട്ടി ഡേറ്റ് ഇല്ല എന്നേ പറയുള്ളൂ എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഇനിയിപ്പോൾ വേറെ പടങ്ങളില്ലെങ്കിലും സ്വന്തം സിനിമാ കമ്പനി തന്നെ 2 ഉണ്ട്. ആ സിനിമാ കമ്പനിയുടെ ബാനറിൽ തന്നെ അഭിനയിക്കാലോ, സിനിമ നിർമ്മിക്കാലോ. അത് മലയാളം മാത്രമല്ല, തമിഴുണ്ട്, തെലുങ്കുണ്ട്, വിവിധ ഭാഷകളുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഒന്നിനും ഒരു കുറവുമില്ല. പക്ഷേ ഈയിടെ മമ്മൂട്ടിയും അൻവർ റഷീദും കണ്ടുമുട്ടി. അൻവർ റഷീദ് മമ്മൂട്ടി ഹിറ്റുകൾ കൊടുത്ത ഒരു സംവിധായകനാണ്. മാത്രമല്ല അൻവർ റഷീദിനെ സംവിധായകനാക്കിയത് തന്നെ ശരിക്കും മമ്മൂട്ടിയാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഇരുവരും കണ്ടുമുട്ടി ഈ കഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ധാരണ വന്നിട്ടില്ലെങ്കിലും നമുക്ക് ഒരുമിച്ച് ഒരു പടം ചെയ്യേണ്ടേ, കുറേ കാലമായില്ലേ നമ്മൾ സിനിമ ചെയ്തിട്ട് എന്നൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ എന്താണ് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ചേരുമ്പോൾ ഒരു വെറൈറ്റി സാധനം കൊടുക്കണ്ടേ? അതാണ് അവരാദ്യം ചർച്ച. അതാണ് മമ്മൂട്ടി ചിന്തിക്കുന്നത്, വേറെ ആരും ചിന്തിക്കുക. ഒരു പുതിയ കൂട്ടുകെട്ട് വരുമ്പോഴും പുതിയ സാധനം തുടങ്ങുന്ന പോലെ പഴയ കൂട്ടുകെട്ട് വരുമ്പോൾ പോലും ആ പഴയതുപോലെ ആവർത്തിക്കാൻ പാടില്ല. അതിലെന്തെങ്കിലും പുതുമ ഉണ്ടാവണമെന്നുള്ള കാര്യം ശരിയാണത്. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോൾ അൻവർ പറഞ്ഞതെന്ന് വെച്ചാൽ, അല്ല, എൻ്റെ മനസ്സിലൊരു തോട്ട് കിടക്കുന്നുണ്ട്. അത് നമ്മുടെ പഴയ അണ്ണൻ തമ്പി ഉണ്ടല്ലോ, ആ അണ്ണൻ തമ്പി ഒരു കരമായിരുന്ന പടമാണല്ലോ. അതല്ല, മമ്മൂക്ക് അതിൽ കസറുകയും ചെയ്തു. പ്രത്യേകിച്ച് ഏത് റോളാണ്, മറ്റേ സംസാരിക്കാത്തവനാണോ നന്നായതെന്ന് വെച്ചാൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള. അങ്ങനെ ആ സിനിമയുടെ ഒരു 2ാം ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചാലോ എന്ന് ചോദിച്ചു. മമ്മൂട്ടി ഒരു നിമിഷം ആലോചിച്ചാൽ കൊള്ളാം, ആലോചിക്കണം, കൊള്ളാം. കാരണം ഇപ്പോൾ എൻ്റെ CBI തന്നെ 6ാം ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണത്. അപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, നമുക്ക് അവതരിപ്പിച്ച സ്കോപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് 2, 3, 4, 5 എത്ര വേണേ പോകാം. അപ്പോൾ വിദേശത്തേക്കാണെങ്കിൽ 9, 10 ഭാഗങ്ങളുള്ള സിനിമ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷെ ആലോചിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, സംതിങ് ഡിഫറൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് അങ്ങനെ ആയിരിക്കുമല്ലോ. ഇപ്പോൾ മമ്മൂക്ക ഒരു സാധനം കൊടുക്കുമ്പോൾ ഇതുവരെയുള്ള മമ്മൂക്കയല്ല, മമ്മൂക്ക ഇങ്ങനെ ആകാശം മുട്ടേ നിൽക്കണം. ആ ആകാശം മുട്ട വെറുതെ നിൽക്കുകയല്ല, ആകാശം മുട്ടേ നിർത്തുമ്പോൾ പോലും മറ്റാർക്കും അത് അനുകരിക്കാൻ പറ്റാത്ത രീതിയിൽ, വിമർശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥാപാത്രമായിരിക്കണം. അങ്ങനെയുള്ള കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച കൂട്ടത്തിൽ മമ്മൂട്ടി പറഞ്ഞു, നമ്മളതിൽ ഡബിൾ റോളാണ് ചെയ്തത്. ഡബിൾ റോൾ ചെയ്തെങ്കിൽ ഞാൻ മുമ്പും വേറെയും ഡബിൾ റോൾ ചെയ്തിട്ടുണ്ട്, പിന്നെ 3 റോൾ ചെയ്തിട്ടുണ്ട്. 3 റോൾ ചെയ്താൽ അത്രയും എല്ലാവർക്കും പ്രേക്ഷകർക്ക് വ്യക്തമായി വന്നിട്ടില്ല രഞ്ജിത്തിൻ്റെ സിനിമയിൽ. അപ്പോൾ നമുക്കിതിൽ വിട്ടിട്ട് ഒരു ആഗ്രഹമുണ്ട്, ചുരുങ്ങിയത് ഒരു അങ്ങനെ ആകുകയാണെങ്കിൽ ഒരു 3 റോളെങ്കിലും മിനിമം വേണം. അപ്പോൾ പറഞ്ഞു വെച്ചാൽ അത് നമുക്ക് ബെന്നിയായിട്ട് ചർച്ച ചെയ്യാമല്ലോ. ബെന്നി പി നായരമ്പലമാണ് അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ മുമ്പ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബെന്നി ബേസിക്കായിട്ട് നല്ല നാടകങ്ങളാണ് എഴുതിയ, സിനിമകളെല്ലാം നല്ല ഹിറ്റായി പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബെന്നിയായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം, 3 റോള് വേണോ അതിലും കൂടുതൽ വേണോ എന്നുള്ളത്. അപ്പോൾ മമ്മൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല വേറൊന്നല്ല, ഞാനൊരു അത്യാഗ്രഹം പറയുന്നില്ല, എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു 9 റോളുള്ള സിനിമയുണ്ടെന്ന് ആലോചിക്കണം. നവരാത്രി, ശിവാജി ഗണേശൻ ശരിക്കും ഷൈൻ ചെയ്ത സിനിമ നവരാത്രി. 9 വേഷങ്ങളാണ് ശിവാജി അത് ചെയ്തിട്ടുള്ള, ആലോചിക്കണം. അത് പഴയതാണെന്ന് പറഞ്ഞാലും പുതിയതാണെന്ന് പറഞ്ഞാലും പഴഞ്ചനായിപ്പോയെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ച പിടിച്ച് നിൽക്കുന്നതാണ് ആ 9 കഥാപാത്രങ്ങൾ. അത് എൻ്റെ ഒരു സ്വപ്നമാണ്. നടക്കുമോ നടക്കില്ല വിനോദ കാര്യം. അങ്ങനെ ഒരു 9 വേഷത്തിൽ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമുക്ക് ഇതിൽ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഇതിൽ പറ്റാതിരിക്കാൻ എന്താ, നമ്മൾ ബെന്നിയായിട്ട് ആലോചിക്കുന്നു. ബെന്നിക്കല്ലേ ഇതിൻ്റെ നൂലാമാലകളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കഥാപാത്രം 9 കഥാപാത്രങ്ങളെ നമുക്ക് ആലോചിക്കാം. അതത്ര നടന്നില്ലെങ്കിലും അതിലെത്ര കുറവ് വരുന്ന ആലോചിക്കാം.
അപ്പോൾ വേറൊരു പ്രശ്നം വന്നിരിക്കുന്നു. നമ്മൾ അതിൽ ഇരട്ടയാണ് നമ്മൾ കാണിച്ചിരുന്നത് അല്ലേ? ഇതിൽ ഇരട്ട കാണിക്കുമ്പോൾ മമ്മൂട്ടി ഇരട്ടയല്ല, 9 റോളിലും പറ്റില്ലല്ലോ. ഒരു പ്രസവത്തിൽ 9 റോളെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഇതിന് ബുദ്ധിമുട്ട് വരുന്ന വെച്ചാൽ എൻ്റെ റോളിൻ്റെ ചെറുപ്പകാലം അധികം കാണിക്കാൻ പറ്റില്ല ശരിക്കും. അന്ന് തന്നെ ചെറുപ്പകാലം അവതരിപ്പിക്കാൻ നമ്മൾ കഴിച്ച് ബുദ്ധിമുട്ട് ആലോചിക്കണോ? അപ്പോൾ തന്നെ അൻവർ തലയിൽ കൈവച്ച് പറഞ്ഞു, അയ്യോ നമുക്ക് ആ കാര്യമൊന്നും പറയണ്ട. അന്ന് നിങ്ങൾ ഡബിൾ റോൾ അഭിനയിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ വേണ്ടി 2 ഇരട്ടകളെ നമ്മൾ വളരെ ബുദ്ധിമുട്ടി, എളുപ്പത്തിൽ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അന്വേഷിച്ച് കിട്ടിയില്ല. അവസാനം പരസ്യം കൊടുത്ത് മമ്മൂട്ടിയുടെ ചെറുപ്പകാലമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കുറച്ച് പേര് വരാൻ തയ്യാറായത്. അപ്പോൾ നമ്മുടെ കണക്കൂട്ടലിൽ മാക്സിമം ഒരു 10-20 പേര് പിള്ളേർ വരും. 9-നും 12-നും ഇടയ്ക്ക് പ്രായമുണ്ട്, അതേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നൊരു ദിവസം സ്ഥലം ഫിക്സ് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് 200 കുട്ടികളാണ് വന്നതെന്ന് അറിയിക്കണം. എങ്ങനെ ഇരട്ട കുട്ടികൾ, ഇത്രയും മാത്രം കുട്ടികൾ ഇവിടെ ഉണ്ടോ എന്ന് ചിന്തിച്ചു. പക്ഷേ അത് അറിഞ്ഞപ്പോൾ അന്ന് കൊല്ലത്ത് ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിനായിരുന്നു മമ്മൂട്ടി നിലയ്ക്കണം. ഒരു ഫേമസ് തുണിക്കട തന്നെയാണത്. ഞാൻ അപ്പോൾ അതിൻ്റെ തുണിക്കടയുടെ പേര് പറയുന്നില്ല, കാരണം അവർക്ക് നമ്മൾ വെറുതെ പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇങ്ങനെ 200 ഇരട്ട കുട്ടികൾ വന്നു എന്ന് മമ്മൂട്ടി അറിയിച്ചത്. മമ്മൂട്ടി നേരെ സന്തോഷത്തോടെ ഈ കുട്ടികൾക്കിടയിൽ വന്നു, ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു. ഇതിൽ നിന്നാണ് 2 കുട്ടികളെ സെലക്ട് ചെയ്ത് നിലയ്ക്കണം. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണെന്ന് വിചാരിച്ചാലും അങ്ങനെ എളുപ്പമാകണമെന്നില്ല. ഇവിടെ നമ്മൾ വിഷമമാണെന്ന് വിചാരിച്ചിട്ട് ഇത്രയും കുട്ടികളെ 200 ഇരട്ട കുട്ടികളെ അന്ന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം റോളുകളിലേക്കൊന്നും ഇത്തവണ പോകുന്നില്ലെങ്കിലും ഇത് മമ്മൂട്ടി എന്ന നടന് ഷൈൻ ചെയ്യാൻ വേണ്ടി, കാരണം മമ്മൂട്ടിക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്, മമ്മൂട്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയുന്നവർ പറയട്ടെ, മമ്മൂട്ടിക്ക് ചെയ്യാൻ ഇനിയും ധാരാളം വേഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് മമ്മൂട്ടി സ്വയം പറഞ്ഞു എന്നാലോചിക്കണം. അങ്ങനെ അക്കൂട്ടത്തിൽ ഇതിൻ്റെ ഒരു മോഹനമായ ആഗ്രഹങ്ങൾ, അങ്ങനെ പറയും, ആഗ്രഹത്തിനൊരു മോഹനം കൂടി കൊടുത്തിരിക്കുകയാണത്. അപ്പോൾ 9 റോള് കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അവർ 2 പേരുള്ള ചർച്ച കഴിഞ്ഞു. ഇതിനി ബെന്നി പി നായരും അമ്പലമായിട്ട് ആലോചിക്കും. ബെന്നിയുടെ ചിന്ത എങ്ങനെ പോകണമെന്നറിയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് 9 റോള് അവതരിപ്പിക്കാനുള്ള സ്കോപ്പ് ഉണ്ടാകുമോ? ഇനി 9 റോളിൻ്റെ കഥ വേറെ കിട്ടിയാൽ തന്നെ ഇത് മാറ്റി വെച്ചുകൊണ്ട് അത് സിംഗിളായിട്ട് എടുക്കുമോ? അപ്പോൾ 2 തരത്തിൽ പോകുന്നു. ഒന്ന്, ഈ സിനിമയുടെ 2ാം ഭാഗം അവതരിപ്പിക്കുന്നു. ഈ 2ാം ഭാഗത്തിൽ മമ്മൂട്ടിക്ക് വ്യത്യസ്തമായ വേഷങ്ങൾ കൊടുക്കാൻ കഴിയുന്നതിൽ ചിന്തിക്കുന്നു. അതുമല്ലെങ്കിൽ മമ്മൂട്ടിക്ക് 9 റോളിലൊരു സിനിമ, അതാവുമ്പോൾ അത് ബ്രഹ്മയുഗം പോലെ വേറൊരു ടൈപ്പ് സിനിമ, അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ 2 തരത്തിലാണ് മമ്മൂട്ടിയുടെ പുതിയ സിനിമ അൻവർ റഷീദ്, ബെന്നി പി നായമ്പരം കൂട്ടുകെട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ ഒരു കൂട്ടുകെട്ട് തുടങ്ങുന്നത് 2025 ജനുവരി 1-നായിരിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ജനുവരി 1 അങ്ങ് വീഴുമ്പോൾ, തുടരുമ്പോൾ, അങ്ങനെ ഉദിച്ചു വരുമ്പോൾ ഇതിൻ്റെ പൂജ നടന്ന് അന്ന് തന്നെ ഷൂട്ടിംഗ് തുടങ്ങണമെന്ന ആഗ്രഹത്തോടെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെ വരുമെന്നുള്ളത്, ഇതിനൊക്കെ നെല്ലും കല്ലും എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ വേർതിരിയാൻ ഒരു 2 മാസമെങ്കിലും എടുക്കും. അന്ന് നമ്മൾ ഫൈനൽ റിപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും.